ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കുറച്ച് ദിവസമായി എൻ്റെ മകൾ എന്നോട് ഐസ്ക്രീം ഉണ്ടാക്കിത്തരാൻ പറയുന്നു. സോ ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ഹോം മെയ്ഡ് ഐസ്ക്രീം ഉണ്ടാക്കാം. അതിന് അടികട്ടിയുള്ളൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെക്കുക. അതിലേക്ക് ഒരു 3/4 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. പാല് നല്ലപോലെ ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അതിനാൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മധുരം ചേർക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഒരാൾക്ക് നല്ല മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കുക. അപ്പോൾ എത്ര മധുരമാണോ വേണ്ടത് ആവശ്യത്തിൽ പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഇളക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മധുരം നോക്കാം. നമുക്ക് ഒത്ത മധുരമായെന്ന് നോക്കിയതിന് ശേഷം നല്ലോണം ഇളക്കി അടിയിലൊന്നും പിടിക്കാതെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പാല് ചെറിയ രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിൽ ഒരു 3 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും കുറച്ച് പാലും ചേർത്ത് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ യോജിപ്പിച്ച ഈ മിശ്രിതം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം കൈവിടാതെ ഇളക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കും, അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാല് നല്ലപോലെ ഇളക്കുക. ഗ്യാസ് സ്റ്റൗ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കത്തിക്കുക. നല്ലപോലെ ഇളക്കി ഈ പാലൊരു ചെറിയൊരു കട്ടിയാവുന്ന രീതി എത്തുന്നവരെ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ രീതിയിൽ കട്ടിയാൽ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക. ഒരു മിക്സിന്റെ ജാറിൽ 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് അടിക്കുക. ഇത് ഓപ്ഷനിലാണ്. ഐസ്ക്രീം നല്ല ക്രീമി പരുവത്തിൽ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ബട്ടറിൽ പഞ്ചസാര ചേർത്ത് അടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച ശേഷം അത് 10 മിനിറ്റിന് ശേഷം വീണ്ടും തിരിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് നേരത്തെ തണുപ്പിക്കാൻ വെച്ച പാലില്ലേ അത് ഒഴിക്കുക. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസോ എന്ത് എസൻസോ വേണമെങ്കിൽ ചേർക്കാം. ഞാനിതിലേക്ക് ഇട്ടത് ഏലക്കപ്പൊടിയാണ്. എന്നിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. നല്ലപോലെ അടിച്ചതിന് ശേഷം നമുക്കൊരു ബോക്സിലേക്ക് ഈ ഇതൊഴിച്ച് വെക്കാം. എന്നിട്ട് നല്ലപോലെ അടച്ച് വെച്ച് ഒരു പ്ലാസ്റ്റിക് കവറിനെ മേലെ മൂടിയിട്ടുണ്ട്. ഐസ് ക്രിസ്റ്റൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും നമ്മളതെടുത്ത് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കുകയാണ്. ഇത് മിക്സിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനായി നമ്മൾ ഒരു രീതിയിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും ചെറുതായിട്ട്. അപ്പം നമുക്ക് നല്ല ക്രീമി പരുവത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ നമ്മൾ മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം നല്ല ക്രീമി രീതിയിൽ കിട്ടും.
നല്ലപോലെ മിക്സിയിൽ അടിച്ച ശേഷം വീണ്ടും നമ്മൾ അതേ പാത്രത്തിൽ ഒഴിച്ച് നല്ലപോലെ കവറിങ് ചെയ്ത് ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ വെക്കണം. എട്ട് മണിക്കൂർ അതിലേക്ക് വെച്ച് ശേഷം നമുക്ക് ഐസ്ക്രീം എടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഐസ്ക്രീം റെഡി ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പം പുറത്തുനിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിനെക്കാട്ടും നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുന്നതായിരിക്കും. അത് നല്ല ടേസ്റ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, താങ്ക് യു.